പ്രിയ കൂട്ടുകാരെ, സ്വാഗതം. ഒരിക്കൽ കൂടെ സ്കൂൾ തുറക്കുന്ന സമയം അടുത്തു വരുന്നു. നമുക്ക് ഓരോ ജൂൺ മാസമാകുമ്പോഴും പേരൻസിന് വലിയ കടബാധ്യത വരുന്ന ഒരു പ്രതീതിയാണുള്ളത്. പല മാതാപിതാക്കൾക്കും കുട്ടികളെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിച്ച് മിടുക്കരാക്കണമെന്ന് ഉദ്ദേശിച്ച് ആവശ്യത്തിലേറെ സാധനങ്ങളും ആവശ്യത്തിലേറെ വസ്ത്രങ്ങളും ആവശ്യത്തിലേറെ പഠനോപാധികളും വാങ്ങിച്ച് കുത്തി നിറച്ച് കുട്ടികളെ സ്കൂളിലേക്ക് വിടുക. നല്ല ഫീസും കൊടുക്കണം. ഇങ്ങനെയെല്ലാം കൊടുത്തു വിട്ടാലും ഭാഷകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ, ആളുകളോട് നല്ല രീതിയിൽ പെരുമാറാൻ ഒക്കെയുള്ള അധ്യയനം അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. നല്ല പബ്ലിക് പരീക്ഷയൊക്കെ പാസ്സായി ചിലപ്പം A+ ഒക്കെ മേടിച്ച കുട്ടികളായിരിക്കും. പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരോട് ഒരു നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഭാഷ കൈകാര്യം ചെയ്യാൻ പോലും പറഞ്ഞാൽ അവർക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ളൊരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെ ലാളിത്യം പഠിപ്പിക്കണം. നമുക്ക് ലളിതമായിട്ട് എല്ലാ കാര്യങ്ങളും എന്തുമാത്രം ലളിതമായിട്ട് ചെയ്യാവോ, വസ്ത്രധാരണത്തിൽ സ്കൂൾ യൂണിഫോമുണ്ട്, സ്പോർട്സ് യൂണിഫോമുണ്ട്, പിന്നെ യൂണിഫോമിൻ്റെ കൂടെ ടൈ, ഷൂസ്, സോക്സ്, പിന്നെ സിന്തറ്റിക് ഓവർകോട്ട്, വേസ്റ്റ് ഇതെല്ലാം ഇട്ട് വായിച്ചുണ്ട്. ചില സ്കൂളുകളിൽ റിബൺ നിർബന്ധമാണ് പെൺകുട്ടികൾക്ക്. ഇതെല്ലാമായിട്ട് കുട്ടികളെ ഇങ്ങനെ യോദ്ധാക്കളെ യുദ്ധക്കളത്തിലേക്ക് ഇറക്കി വിടുന്ന പോലെ നമ്മൾ ഇറക്കി വിട്ടാലും ഇതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയവും പണവും നല്ല അധ്യാപനത്തിന് വേണ്ടിയും ചിലവഴിച്ചാൽ എത്രയോ നന്നായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇങ്ങനെയുള്ള വസ്ത്രങ്ങളെല്ലാം ഇട്ട് കെട്ടി നടന്ന കുട്ടികൾക്ക് സാധാരണ ജീവിതത്തിൽ നിന്നൊരു വ്യത്യാസമായെന്ന് കുട്ടികളും ധരിക്കും, മാതാപിതാക്കളും ധരിക്കും. നമ്മളവരെ അങ്ങനെ ഒരു വ്യത്യസ്ത അന്യഗ്രഹ ജീവികളായിട്ട് വളർത്തിക്കൊണ്ടുവരാനാണോ, ലാളിത്യം മനോഹരമായ ജീവിതശൈലിയാക്കി സ്വീകരിക്കുകയാണോ വേണ്ടതെന്ന് ആലോചിക്കണം. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റി പലതും നമ്മൾ ധാരാളമായിട്ട് വായിക്കുന്നുണ്ട്. അതിലൊരെണ്ണം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്, അദ്ദേഹം ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം ഒരു കഷണം ചീസ് താഴെ വീണു. താഴെ പോയ ചീസ് എടുത്തു മാറ്റാൻ ഒരു കന്യാസ്ത്രീ ചെന്നപ്പോൾ പരിസപിതാവ് അതെടുത്ത് പ്ലേറ്റിലേക്ക് വെക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കഴിക്കുകയും ചെയ്തു, വേസ്റ്റ് ചെയ്യാതെ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി. അദ്ദേഹത്തിന് ഒന്നും ആവശ്യമില്ലാതെ ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ നമ്മൾ പണം ചെലവാക്കി ധൂർത്തടിച്ച് കുഞ്ഞുങ്ങളെ അത് കാണിച്ച് വളർത്തുക അല്ല വേണ്ടത്. അതിന് സ്കൂളുകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓരോ വർഷവും സ്കൂൾ ബാഗ് മാറണം, അല്ലെങ്കിൽ ബാഡ്ജ് മാറണം, ഒരാവശ്യമില്ലാത്ത മൂത്ത കുട്ടിയുടെ യൂണിഫോമൊക്കെ ചെറിയ ഇളയ മകൾക്ക് കൊടുക്കാൻ, അങ്ങനെയൊന്നും സാധ്യമല്ലാത്ത രീതിയിൽ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ വല്ല ആവശ്യവുമുള്ളതാണോ? എന്നാൽ ഈ ചിലവഴിക്കുന്ന സമയം മുഴുവനും കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് ചിലവഴിക്കുകയാണെങ്കിൽ എത്രയോ നല്ലതായി. കാട്ടിക്കൂട്ടലുകളിൽ നമുക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കിടക്കാം, ലാളിത്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ കുഞ്ഞുങ്ങളെ നമുക്കൊരു നല്ല ലോകത്തിലേക്ക് ഇറക്കി വിടാം. ഇപ്പോൾ കുട്ടികളൊക്കെ കിടന്ന് വഴക്ക് വിട്ടിക്കുന്നു, കൊല്ലുന്നു, എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ TV സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇതിനെല്ലാം കാരണം ഇവരെ സമാധാനമായിട്ട് ഒന്ന് വളർത്താനോ സമാധാനമായിട്ട് വിദ്യ അഭ്യസിപ്പിക്കാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. ഇനിയിപ്പം ജൂൺ മാസമായി കഴിഞ്ഞാൽ പ്രവേശനോത്സവം എന്നും പറഞ്ഞുകൊണ്ടൊരു ബഹളമാണ്. അങ്ങനെ അന്ന് തുടങ്ങുന്ന ബഹളവും ആഘോഷങ്ങളും പിന്നെ അലങ്കോലങ്ങളും എല്ലാമായിട്ട് വർഷങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ആ സമയം കൊണ്ട് തീർച്ചയായിട്ടും സമാധാനമായിട്ട് പണ്ടൊക്കെ നമ്മൾ പഠിച്ച പോലെ ക്ലാസ് റൂമിലിരുന്നോ വെളിയിലിരുന്നോ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എത്ര നല്ലതാണെന്ന് ഞാൻ ഓർക്കുകയാണ്. നമുക്കിതൊക്കെ ഇനിയൊന്ന് മാറ്റിപ്പിടിച്ചുകൂടെ? കുട്ടികൾ ഇത്രയും വഷളായിരിക്കുന്നത് പല കുട്ടികളും, എല്ലാവരും അല്ല, പല കുട്ടികൾ ഈ വഷളത്വം വ്യാപിച്ചിരിക്കുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെതിരായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ലാളിത്യം എന്ന് പറയുന്ന ഒരു സൽഗുണം.
കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്ത് വിടേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യ കാര്യമാണ്. നമുക്കതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാലോ.